നമ്മുടെ സാധാരണ ട്രാവലിംഗ് വീഡിയോസും എക്സ്പ്ലോർ വീഡിയോസാണ്. ഇപ്പോൾ കുറച്ച് കാലമായി ഞാൻ ഒരു ബ്രേക്കൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഈ ഒരു തവണ ചെയ്യണത് കുറച്ച് വ്യത്യാസമുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ തോമസ് ഏട്ടൻ്റെ അരിക്കൊമ്പൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷം ഇട്ടിട്ടുണ്ടായിരുന്നു, അരിക്കൊമ്പൻ മിഷൻ നടക്കുമ്പോൾ. അപ്പോൾ അന്നുള്ള വീടും പിന്നെ ഞാൻ ഈ അടുത്ത് തോമസ് ഏട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ അവസ്ഥ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് വിളിച്ചപ്പോൾ അതിനേക്കാൾ അവസ്ഥയാണെന്ന് പറഞ്ഞു. അപ്പോൾ പണ്ടത്തെ വീഡിയോയിൽ കണ്ട ഒരു വീടേ അല്ല ഇപ്പം. ഞാനത് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു ഷെഡ്, ഒരു കുടിയിലാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിത രീതികളും ഭയങ്കര കഷ്ടപ്പാടിലാണ്. അപ്പോൾ നമുക്ക് അതിനൊരു ചെറിയൊരു വ്യത്യാസം വരുത്തിയാലോന്ന് വിചാരിച്ച്. എന്നെക്കൊണ്ടല്ല ശരിക്കുന്നത്, എൻ്റെ പുറകിലൊരു വലിയൊരു മനുഷ്യനുണ്ട്, വലിയൊരു മനസ്സിൻ്റെ ഉടമുള്ളൊരു മനുഷ്യൻ. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഞാൻ ആ റീലിട്ടതിന് ശേഷം, നദീം ഇത് നമുക്ക് ചെയ്താലാ, നദീം ഇത് മുന്നിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം, നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒരു ചെറിയ സഹായം, അതായത് ഒന്ന് സമാധാനത്തോടു കൂടി, അല്ലെങ്കിൽ ഒന്ന് മഴ വെള്ളം ചോരാത്ത രീതിയിൽ, കാറ്റടിച്ചാൽ പറന്നു പോകാത്തൊരു ഷെഡിൻ്റെ രീതിയിൽ കുറച്ചുകൂടി സ്ട്രെങ്ത് ആയിട്ട് നമുക്കൊരു ചെറിയൊരു രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ തോമസ് ഏട്ടനെ കാണാനാണ് ഇപ്പോൾ പോണത്. ബാക്കിയുള്ള ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം എങ്ങനെയുണ്ടെന്ന്. തോമസ് ഏട്ടൻ്റെ അടുത്ത് വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ വിളിച്ചിട്ട്, ഇന്ന് വരുമെന്ന്. അതുകൊണ്ട് തോമസ് ഏട്ടൻ ഇപ്പം എന്നെ വിളിക്കുന്നുണ്ട് 2-3 തവണയായിട്ട്. ഞാൻ ഫോൺ എടുത്തിട്ടില്ല. എന്തുണ്ട്, വരൂന്ന് പറഞ്ഞപ്പോൾ വിചാരിച്ചില്ലേ? വിശ്വാസമായില്ലേ? പുതിയൊരു ഷെഡ് ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഇത് പിന്നെയും പോയിക്കൊണ്ടിരിക്കണല്ലേ? നമ്മൾ ഇത്ര വരെ ആക്കി, ഇത് മൊത്തം മേഞ്ഞു ഇത്ര വരെ ആക്കിയുള്ളൂ, അടുപ്പൊന്നും ഇട്ടില്ലായിരുന്നു. അപ്പൊ ഇത് വീണ്ടും കാറ്റടിച്ച് കളഞ്ഞു കാരണം നമ്മൾ അതുപോലെ തന്നെ വിട്ടു. പിന്നെ നമുക്കൊരു വീട് ആവശ്യമാണ്, ആര് സഹായിച്ചാലും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാന്ന് അവരൊന്നും പറഞ്ഞേക്കാം. ഇപ്പൊ ഈ കല്ല് മറ്റേ കട്ട കൊണ്ടുള്ള വീട് കെട്ടിയാലേ ആന ഒന്ന് കുളിക്കാം, അത് കുഴപ്പമില്ല അല്ലേ? അടച്ചുറപ്പുണ്ടാവണം അല്ലേ? ഷീറ്റ് ആവുമ്പോ എന്താ പെട്ടെന്നൊക്കെ കുളിക്കാൻ കാരണം? വീടാവുമ്പോ കുഴപ്പമില്ല. അതേപോലെ ഇതേപോലെ കാറ്റൊക്കെ വന്നാണെങ്കിൽ ഇതൊക്കെ മൊത്തം പൊളിക്കും. ഇതിന്റെ മണ്ടേ പുല്ലൊക്കെ ഇട്ട് ശകലം പോലും നനയത്ത് ഒന്നുമില്ല, നല്ലപോലെ ആക്കി. ഇതാരൊക്കെ കൂടി ചെയ്തതാണ്? ഞാനും അവരും കൂടെ. അല്ലാതെ നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ല. ഇവിടെ നിന്ന് തന്നെ മരമൊക്കെ വെട്ടി ചെയ്തല്ലേ? നമുക്കന്ന് ഒരു ചായ ഇട്ട് തരോ? ചായ ഇട്ട് തരോ? ചായ കുടിച്ചാലോ? മിനിയാന്നുണ്ടായിരുന്നാ? എവിടെ വന്നു? ഇതിലൂടെയൊക്കെ വന്നു. ഞങ്ങൾ ഉറങ്ങിയില്ല, ഞങ്ങള് 3 പേര് ഉറങ്ങാതെ വെളുക്കുന്നത് 2 ദിവസം. അപ്പൊ തീയിട്ടിരുന്നാ? ഇവിടെ അല്ലേ തീയിടുന്നത്? പുറത്തു വിടും. ഇവിടെ ഇട്ടിട്ട് കാര്യമില്ല, ഇവിടെ ഞങ്ങൾ തണുപ്പിന് വേണ്ടിട്ട് പുറത്തത് അവിടെയാണ്. അവിടെ ഇട്ടല്ലേ നമുക്ക് വെട്ടം കിട്ടും. അപ്പൊ ആന കുറച്ചങ്ങോട്ട് മാറിപ്പോവും അല്ലേ? ഞങ്ങള് 3 പേരും 2 ദിവസം ഉറങ്ങിയില്ല, ശകലം പോലും. ആന അല്ലെങ്കിൽ കാറ്റ്, കാറ്റല്ലെങ്കിൽ മഴ അല്ലേ? ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ മാറി വന്നോണ്ടിരിക്കും. ഇവരാണ് ആകെയുള്ളൊരു സമാധാനം ആന വരുമ്പോ അല്ലേ? 5 പേര്. ഇവരാണ് ആദ്യം അറിയിക്കണത്. നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും അല്ലേ? ഇതിന്റെ പേരെന്താ? പെണ്ണമ്മ. പെണ്ണമ്മയാണ് ഏറ്റവും സ്നേഹമുള്ളത് അല്ലേ കൂട്ടത്തില്? ചേച്ചി ഒരു ചായ ഒന്നും, നല്ല കട്ടൻ ചായ, സ്നേഹമുള്ള ചായ. ഇവിടെ ഏറ്റവും പ്രശ്നം എന്ന് പറയണത് അടച്ചുറപ്പുള്ളതും, ആന പെട്ടെന്ന് വന്ന് ഇതേപോലെ ഷീറ്റൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആന പെട്ടെന്ന് പൊളിക്കും. അപ്പോൾ അതുകൊണ്ട് സ്ട്രോങ് ആയിട്ട് വേണം. പിന്നെ റൂഫിംഗ് ആണെങ്കിലും പക്കയായിട്ട് വെള്ളമൊന്നും ഉള്ളിലോട്ട് ചോരാത്ത രീതിയിലാണ് നമ്മളിവിടെ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്നാണ് അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ഇവിടെയാണ് തോമസ് ഏട്ടൻ എപ്പോഴും ഇരിക്കുന്നത് കേട്ടോ, വൈകുന്നേരം വരുമ്പോ അല്ലേ? തോമസ് ഏട്ടൻ ഇരുന്നിരുന്നാണെന്ന് തോന്നണം ഇങ്ങനെ ഇപ്പൊ ഒരു കുഴിയായത്. ആണോ? തോമസ് ഏട്ടന്റെ സീറ്റാണ്. അവിടെ വേറെ ആരും ഇരുത്തൂലേ?
തോമസ് ഏട്ടനെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് കാണിച്ചു തരാൻ വേണ്ടിയതാ. ഇവിടെയാണ് ആന കൊമ്പ് കൊണ്ട് കുത്തിയിറക്കിയതാണ്. എന്നിട്ട് ഈ കൈ മൊത്തം ഇങ്ങനെ തൂങ്ങി നിൽക്കണായിരുന്നു അല്ലേ ആ സമയത്ത്, തൊലിയിൽ തൂങ്ങി നിൽക്കണായിരുന്നു. പിന്നെ അത് കൂടാതെ കാലിലും തുമ്പിക്കൈ കൊണ്ട് അടിച്ച് ഞാൻ വീണു. വീണ് കഴിഞ്ഞിട്ടാണ് ഈ കൊമ്പിന് കുത്തുന്നത്. സമയമായില്ല, രക്ഷപ്പെട്ടു. ഇതൊക്കെ വളരെ എന്താണ് ചുരുക്കമായിട്ടല്ലേ, ഭയങ്കര ഭാഗ്യമുള്ളവർ മാത്രമേ ഉള്ളതാണ് അല്ലേ. ഇങ്ങനൊരു സംഭവം നമ്മുടെ കേരളത്തിൽ മറ്റു വേറെ ഏതെങ്കിലും കേട്ടിട്ടുണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ടത്? ആന കൊമ്പ് കുത്തി ശരീരത്തിൽ ഇറക്കി കാല് തല്ലി പിടിച്ചിട്ട് രക്ഷപ്പെട്ടത് ഞാനും കേട്ടിട്ടില്ല. കോലഞ്ചേരി മെഡിക്കൽ മിഷനിൽ എത്തിച്ചതുകൊണ്ടാണ് എത്തിച്ചോണ്ടല്ല, ദൈവം അങ്ങോട്ട് വിളിച്ചിട്ടില്ല, സമയമായിട്ടില്ല. ഇവിടെ നിക്ക്, തോമസ് ഏട്ടനും ചേച്ചിക്കൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തിയേക്കണേ. ചേച്ചിനെ അന്ന് പലവരും സോഷ്യൽ മീഡിയയിലും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്, തോമസ് ഏട്ടനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആളുകൾ ഈ കാര്യം കഴിയുമ്പോഴൊക്കെ മറന്നു പോകുന്നേ ചില കാര്യങ്ങളൊക്കെ. ഈ ആനൻ എന്തിനാണ് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇപ്പൊ ആനനെ കളഞ്ഞിട്ട് ഇവിടെ എല്ലാരും നന്നായ വീട് പിന്നെ പൊളിച്ച് ചക്കയും മറ്റു ആൾക്കാരും മറ്റു കൊമ്പൊന്നുമായിട്ട് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് റീലില് ഇട്ട വീഡിയോ ഇവിടെ ഇരുന്ന ആ ഷെഡ് ഉണ്ടായിരുന്നത്, അത് കാറ്റത്ത് മൊത്തം പൊളിഞ്ഞു പോയി. പിന്നെ ഇപ്പൊ ചെയ്തേക്കണതാണ് ആ കാണുന്ന ഷെഡ്. അപ്പൊ ഞാനൊരു 3 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാം, കാര്യങ്ങൾ എങ്ങനെയാന്ന് നോക്കിയിട്ട്. പിന്നെ ഇതിലൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പുറകിലൊരു വ്യക്തിയുണ്ട്, അദ്ദേഹമാണ് എന്നെ കൊണ്ട് ഇതിപ്പോ ചെയ്യിപ്പിക്കണം. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് വന്നപ്പോ, ഞാനൊരു വീഡിയോ എടുത്തിരുന്നില്ലേ, ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ച് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, നദീമെ ഇത് നദീമിന് മുന്നിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തുതരാം. അദ്ദേഹത്തിന്റെ പേര് പറയണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കാണാൻ വരും, എല്ലാം കഴിയുമ്പോഴത്തേക്കും ഒരു ദിവസം വരും കേട്ടാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാ നമ്മളെ പോലെ തന്നെ, അതായത് ചേട്ടനെയും ചേച്ചീനെയും എന്നെ പോലെയൊക്കെ തന്നെ കാടും പ്രകൃതിയും മൃഗങ്ങളൊക്കെ നല്ലൊരു ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും അന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചത്. ആദ്യം അരിക്കൊമ്പനും തോമസ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ അന്ന് അരിക്കൊമ്പനെ കൊണ്ടുപോകാൻ നേരത്തെ ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായി, അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോഴത്തെ അവസ്ഥ ഇട്ടപ്പോഴത്തേക്കും പുള്ളി അപ്പത്തേനും എനിക്ക് മെസ്സേജ് അയച്ചാണ്. അപ്പൊ ഞാൻ ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേക്കും വിളിക്കാം. ഈ കണ്ടെയ്നറാണ് അപ്പോൾ നമ്മ സെറ്റ് ചെയ്യാൻ പോണ കണ്ടെയ്നർ കേട്ടാ. ഇതിൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ നോക്കണ്ട, ഇത് നാളെ തൊട്ട് നമ്മൾ ഇവിടെ തന്നെ ഇട്ടിട്ട് വർക്ക് നടത്താമാണ്. ഇതിപ്പോൾ പെരുമ്പാവൂരാണ്. അപ്പോൾ ഇത് കുറച്ച് പാച്ച് വർക്കും കാര്യങ്ങളുണ്ട്, പിന്നെ കുറച്ച് മോഡിഫിക്കേഷൻ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഏതാന വന്ന് കുത്തിയാലും പൊളിയാത്ത സാധനമാണ്. ഇതിനേക്കാളും നല്ലൊരു സംഭവം നമുക്ക് തോമസ് ഏട്ടന് ചെയ്തു കൊടുക്കാനില്ല. കാരണം ഏറ്റവും സ്ട്രെങ്ത് ആയിട്ടുള്ള സംഭവം, നമ്മുടെ ഓപ്ഷനുകളിൽ പല കാര്യങ്ങൾ വന്ന് അങ്ങനെ പല കാര്യങ്ങൾ ചിന്തിച്ച് അവസാനം ഇതിലോട്ട് എത്തിയേക്കണേ. ഇപ്പോഴുള്ള ഇതൊന്നുമല്ല, ഇനി നമ്മൾ ചെയ്ത് സെറ്റാക്കാൻ പോണേണത്. അങ്ങനെ വിൻഡോ എടുത്തിട്ടാ, വിൻഡോ കാക്കനാടാണ് നമ്മൾ പണിയിപ്പിക്കാൻ കൊടുത്തത്. ഇപ്പോൾ ഒരു 4-5 ദിവസമായി, ഏകദേശം പണികൾ കംപ്ലീറ്റ് ആവാറായി. ഇനിയും ഒരു 2-3 ദിവസത്തെ പണിയും കൂടി ഉണ്ട്. ഈ ഫ്ലോറൊക്കെ കംപ്ലീറ്റ് നമ്മൾ കുത്തിപ്പൊളിച്ച് പ്ലൈവുഡൊക്കെ ഉണ്ടായതൊക്കെ എടുത്ത് കളഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോക്സിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇട്ടേക്കണേ. പിന്നെ ഡോറ്, ഇവിടെ ഒരു വിൻഡോ വരും, ഇതൊരു ഹാള് പോലെ ഈ ഒരു സ്പേസ്, പിന്നെ ഇവിടെ ഒരു വിൻഡോ, പിന്നെ അതൊരു റൂം സ്പേസ് പോലെ അവിടെയും ഒരു വിൻഡോ. അത്യാവശ്യം ചൂട് കണ്ടെയ്നർ ആയതുകൊണ്ട് ചൂടുള്ളിൽ വരുമല്ലോ, അപ്പോൾ ആ ചൂടും കൂടി കുറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ 3 വിൻഡോസ് വെച്ചേക്കണം. നേരത്തെ ഉണ്ടായിരുന്ന ഷെഡ് ഇവിടെ ആയിരുന്നല്ലോ, അപ്പോൾ കിച്ചണിൽ നിന്ന് ആന അന്ന് പൊളിച്ചപ്പോഴത്തേക്കും കിച്ചണിൽ നിന്ന് വീണ പെരിഞ്ചീരകവും പിന്നെ കടുകിൻ്റെ തൈകളാണ് ഈ മുളച്ചേക്കണത്.
അപ്പോൾ ഈ ഓസിയിൽ നിന്നാണ് വെള്ളം വന്നത്. അത് മലയുടെ മേളിൽ നിന്ന് ഓസ് കണക്ഷൻ ഇട്ട് വെച്ചേക്കണേ കേട്ടോ. ശക്തമായ ഒരു കാറ്റൊന്നും ഈ ഷീറ്റൊക്കെ പൊന്തിപ്പോവും, കീറിപ്പോവും. മഴ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെള്ളം ഉള്ളിലോട്ടും വരും. ഇപ്പോഴും നനയും. അതെ, വെള്ളം പോകാനായിട്ടാണ് ഈ ചാലിട്ടേക്കണ ടെൻറ്റിൻ്റെ പുറത്ത്. തോമസ് ഏട്ടൻ കിടക്കണ ടെൻറ്റ് ഇതാണേ. അത് തോമസ് ഏട്ടൻ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി തോമസ് ഏട്ടനെ വെച്ചെടുത്തേക്കണ ടെൻറ്റാണ്. ചേച്ചി എവിടെ കിടക്കണ? ചേച്ചി ഈ പലകയിൽ കിടക്കും, മോൻ ഇവിടെ കിടക്കും. അപ്പോൾ ചേച്ചിയും മോനൊക്കെ മഴയൊക്കെ നനഞ്ഞ് കാറ്റൊക്കെ കൊണ്ടാണ്. തോമസ് ഏട്ടൻ്റെ ആരോഗ്യാവസ്ഥ കുറച്ച് മോശമായതുകൊണ്ട് തോമസ് ഏട്ടൻ ടെൻറ്റിൽ. ടെൻറ്റും പോയി അല്ലേ? ആ, ഇതാണല്ലേ സമയം പോക്ക്. ആ, ഓ, ആ, അപ്പൊ ഫോണ് മൊബൈലൊക്കെ എവിടെ ചാർജ് ചെയ്യണം? ആ, വീട്ടിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യാം അല്ലേ? പാമ്പ് അങ്ങനെ എന്തെങ്കിലും ശല്യം ഉണ്ടോ? പാമ്പൊക്കെ വരാറുണ്ടോ? ഇല്ല അല്ലേ? ആകെ ആനയാണ്. ആ, അതെ. തണുപ്പ് നോക്കിയല്ലേ? ആ, ചേച്ചിക്കും കറക്റ്റാണ് അല്ലേ? അത് പിന്നെ എന്തിനു ഊരണം? അതിട്ട് വെച്ചു. അതെപ്പോഴും ഇടാൻ വേണ്ടിയാണ്. അങ്ങനെ തോമസ് ഏട്ടനുള്ള കണ്ടെയ്നർ മൂന്നാർ എത്തിയിട്ടുണ്ട്. കണ്ടാ, ഈ കണ്ടെയ്നർ ഇപ്പൊ കേറാൻ പോണ ആ വളവ് ആരും മറക്കരുത് കേട്ടാ. നമ്മളെ അരിക്കൊമ്പനെ കൊണ്ടുപോയ വളവ് ഇവിടെ നിന്നാണ് വളച്ച് കൊണ്ടുപോയത്. നേരെ അരിക്കൊമ്പനെ കൊണ്ടുപോയതിന് ശേഷം ദേ നമ്മ അതേപോലത്തെ ഒരു ലോറിയിൽ തോമസ് ഏട്ടൻ ഒരു സമ്മാനമായിട്ട് പോയിക്കൊണ്ടിരിക്കണേണ്. ഇത് ചെയ്യണ ഒരു സമയം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരുപാട് പ്രശ്നങ്ങളും ഒരു വശത്ത് എനിക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടുന്ന സമയത്താണ് എനിക്ക് ഒരാൾക്ക് വേണ്ടി അയാളുടെ ജീവിതത്തിലോട്ട് ഏറ്റവും വലിയൊരു കാര്യം ചെയ്യാൻ പറ്റണത്. അപ്പോൾ ഇതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ആ സങ്കടങ്ങളും പ്രഷറും ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് കിട്ടണ സമയം ഞാനിതിനു വേണ്ടി ഓടിപ്പടച്ച് വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണേ. കാരണം അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് തോമസ് ഏട്ടൻ. തോമസ് ഏട്ടന് വേണ്ടി ഒരു ചെറിയൊരു വീഡിയോ ഇട്ടപ്പോൾ കണ്ട് മുന്നോട്ട് വന്ന ആ 300 ലൈക്കും ആ 4000 വ്യൂസും ഉള്ളപ്പോൾ കണ്ട് മുന്നോട്ട് വന്ന ആ ഒരു വ്യക്തിയില്ലേ, ആ വ്യക്തിയുടെ പേര് പറയരുതെന്ന് എടുത്ത് പറഞ്ഞേക്കണേ. അതുകൊണ്ടാണ് വ്യക്തി എന്ന് പറയണത്. അദ്ദേഹമാണ് ഇതിൻ്റെ പുറകിൽ. ഞാനിത് കാര്യങ്ങൾ നടപ്പാക്കണത്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ കുറേ കഥകൾ നിങ്ങൾ അറിയാനും ഉണ്ടായിട്ടാ. നിങ്ങൾ അറിയാത്ത കുറേ കാര്യങ്ങൾ. തോമസ് ഏട്ടനും ചേച്ചിയും മോനൊക്കെ ഇത്രയും നാളായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണത് ഒരുപാട് കഥകൾ അതിൻ്റെ പുറകെ ഉണ്ട്. വേറെ ഒരാൾ സഹായിക്കാൻ വന്നാൽ അവരെ സഹായിപ്പിക്കാത്ത രീതിയിലുള്ള കളികളും ഇതിൻ്റെ പുറകിലുണ്ട്. അതൊക്കെ ഞാൻ പറയാം. ഇപ്പം നമുക്ക് എന്തൊക്കെയാണെങ്കിലും ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കുമെന്ന് ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി. ചേച്ചി എന്നെ ഇടയ്ക്ക് വിളിക്കുമ്പോൾ പറയുമായിരുന്നു. അപ്പോൾ ആരൊക്കെ ഭീഷണി ഉണ്ടായാലും ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. നിയമപരമായിട്ടുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ. ഇനി ഈ കണ്ടെയ്നർ ഇറക്കണമെങ്കിൽ ക്രെയിൻ വന്നു. അപ്പോൾ ക്രെയിൻ വന്നുകൊണ്ടിരിക്കണേ. ഇവിടെ സൈഡാക്കി നിർത്തിക്കോ. ഓടി വന്നണ്ടട്ടാ. ചേച്ചിക്കൊരു ടെൻഷനായിരുന്നു ഞാനിതിൽ നിന്ന് പിന്മാറുമെന്നുള്ളത്. പലരും എന്നെ കോണ്ടാക്ട് ചെയ്ത് പിന്നെ എന്നെ വല്ലവരും ഭീഷണിപ്പെടുത്തുമെന്നൊക്കെ ഉള്ളൊരു രീതിയായിരുന്നു. ആണാ? പിന്നെ ടെൻഷൻ അടിച്ചാ വിളിച്ചിട്ട് എടുക്കാത്തതിന്. കണ്ടെയ്നർ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. ഇനി അത് കൊണ്ടുവന്ന് ഇറക്കി ഇവിടെ വെച്ച് തരും. ബാക്കി കാര്യങ്ങളും കൂടി തീർത്ത് തരും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പിന്മാറുന്ന കാര്യമില്ല, ഇത് ചെയ്തിരിക്കും കേട്ടാ. ആ, അത്രേ ഉള്ളൂ. നമ്മുടെ ഉറപ്പിൽ നിന്നാൽ മതി. ആ, ഇപ്പൊ ക്രെയിൻ വന്നു കഴിഞ്ഞിട്ട് ആ കണ്ടെയ്നർ പൊക്കി നമ്മ ഇതിന്റെ പൊക്കത്തിട്ടും. ഇതൊക്കെ നമ്മ നേരത്തെ ആള് വന്ന് ചെയ്തിരുന്ന നമുക്ക് വേണ്ടി.
കറക്കണം കറക്കണം, ഇത് ബാക്കാണ്. ആ അവിടെ സെറ്റാണോ? ഇനി നമുക്ക് പണി ഉണ്ടോ കുറച്ച്, ഇനി പണി ചെയ്യാൻ കിടക്കണേ നീ. നമുക്കെല്ലാം ഇനി തീർത്ത് കഴിഞ്ഞിട്ടാണ് ഇനി നിങ്ങളെ കേറ്റോളൂ. ഇപ്പൊ ഇനി കേറ്റൂല നിങ്ങളതില്. സന്തോഷമായില്ലപ്പാ. ഇനി നമുക്ക് ബാക്കി പണിയൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് താമസം തുടങ്ങാം കേട്ടാ, എത്രയും പെട്ടെന്ന് തീർക്കാം. ഇതെന്തിന്റെ ബ്രേക്കിന്റെ ആണ്? ഇവിടെ നിന്ന് കയറ്റാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു. ഈ കരിങ്കല്ല് അവിടെ ഇരുന്നാണ്, അതെടുത്ത് പൊക്കി ഇങ്ങോട്ട് മാറ്റി. പിന്നെ ഇവിടെ ഒരു തടിക്കഷ്ണം, ഒരു കുറ്റി ഉണ്ടായിരുന്നു, അതൊക്കെ വെട്ടി മാറ്റി. എന്നിട്ടാണെങ്കിൽ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടിക്ക് ക്രെയിനിന് പണി കിട്ടുകയും ചെയ്തു. അതിൻ്റെ ബൂസ്റ്റർ എന്ന് പറഞ്ഞ സംഭവം ഒടിഞ്ഞു പോയി. കാരണം ഇങ്ങോട്ട് കുഴിയിലൊക്കെ വീണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വലിച്ചു കയറ്റിയത്. പിന്നെ ഈ മരത്തിലിട്ട് കെട്ടി വലിച്ചു കയറ്റിയപ്പോഴത്തേക്ക് ഈ മരവും ചാനിട്ടുണ്ട്. വേണ്ട, ഇത് എത്രയും പെട്ടെന്ന് വെട്ടി മാറ്റണം. ചേച്ചിയുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞേ. ഈ കല്ലിങ്ങനെ നമ്മൾ ലെവലായിട്ട് കെട്ടി ഇത് ഫില്ല് ചെയ്തിട്ട് ഈ സൈഡ് വഴിയെ തന്നെ ചെറിയ ചെടികൾ നിറയെ പൂവ്, മേളിലാ താഴത്താ? മുകളില്. താഴത്ത് ഒരുമാതിരി പൊങ്ങുന്ന ചെടികൾ വെച്ച് ഭംഗിയാക്കണം അല്ലേ? അതാണ് എന്റെ ആഗ്രഹം. ഞാൻ അതാണ് ഇത് കെട്ടിയെടുക്കണം എന്ന് പറയുന്നത്. എന്തായാലും ഇത്ര നല്ല സൗകര്യം നമുക്ക് കിട്ടിയപ്പോ നമ്മൾ അതിന്റെ ബാക്കി നമ്മളായിട്ട് ചെയ്തു. അതെ. ചേട്ടൻ സന്തോഷമാണോ ഇപ്പൊ? ആണോ? എനിക്ക് കയറി കിടക്കാൻ ഒരു വീട്ടിലായിരുന്നിട്ട് ഇപ്പൊ വളരെയധികം സന്തോഷമാണ്. ഞാൻ ഈ പഞ്ചായത്തിലും എല്ലാ ഓഫീസിലും കയറി ഇറങ്ങുന്നു ഒരു വീടിന് വേണ്ടി അല്ലേ? ഞാൻ ഈ അടുത്ത് ഒരു മനോരമന്റെ ഒരു വീഡിയോയിൽ വരെ കണ്ടു ചേട്ടൻ സംസാരിക്കണത്. പക്ഷെ ഈ പറഞ്ഞ വാഗ്ദാനങ്ങളല്ലാതെ കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായില്ല. അതേസമയം എനിക്ക് ലൈം ഷെയ്ഡിൽ അപേക്ഷ വെച്ചിട്ട് വീട് പാസ്സായതാണ് എന്റെ പേരിൽ. ആ വീട് ക്യാൻസൽ ചെയ്തു. ആര്? ഞാനല്ല, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ കൊടുക്കാൻ പാടില്ല അവന്. കാര്യം ഞങ്ങൾക്ക് 2003 1 ഏക്കർ സ്ഥലം അവിടെയാണ് വീട്ട് വന്നിരുന്നത്. ഇവിടത്ത് അവിടെ വെച്ചാണ് എന്നെ ആന കുത്തുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ റവലി സ്ഥലം കണ്ടുപിടിച്ച് പല ഉദ്യോഗസ്ഥന്മാരെയും കണ്ടുപിടിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോഴും ഇത് റവന്യൂ ഭൂമിയാണ്, ഇവിടെ താമസിച്ചോ എന്റെ പേരിലാണ് ഞാൻ ഇവിടെ താമസമായത്. അതിനുശേഷം എന്നെ ഇനി ദേഹത്ത് തൊട്ട് ഉപദ്രവിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ രീതിയിലും എല്ലാ പണിയും ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ ചെയ്തു. എനിക്ക് അവിടെ 1 ഏക്കർ സ്ഥലം തന്നിട്ടുണ്ട് സർക്കാർ. 2003 റവന്യൂ ഭൂമി ആദിവാസി വിഭാഗത്തിന് തന്നിട്ടുണ്ട് 1 ഏക്കർ. ആ ഭൂമി വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ എഴുതി കൊടുത്ത് കാര്യം അതിന്റെ പട്ടയവും തിരിച്ചു കൊടുത്തു. എന്നിട്ടാണ് ഇപ്പൊ ഈ സ്ഥലത്തിന് പട്ടയം അപേക്ഷിച്ച് അല്ലേ? എനിക്കത് കൃഷി യോഗ്യതല്ല. എനിക്ക് ആ പ്രാവശ്യം എന്നെ ആന കുത്തുന്ന പ്രാവശ്യമാണ്. ഈ കൈ കൊണ്ട് ഇപ്പം ബസ് എടുത്താണ് ഇവിടെ അടച്ചേക്കുന്നത്. പ്ലാസ്റ്റിക് ഈ വലത് കൈയുണ്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു കുടിക്കാൻ പറ്റില്ല, സ്വാധീനക്കുറവുണ്ടല്ലേ? എന്തൊക്കെയാണെങ്കിലേ ഞാനൊരു കാര്യം പറയട്ടെ, ചേട്ടന്റെ നല്ല മനസ്സും ചേട്ടൻ ഈ മൃഗങ്ങളെയും പിന്നെ ഇത്രയും മൃഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഉപദ്രവം ഉണ്ടായിട്ടും ചേട്ടൻ അന്ന് ആനകളെ മറ്റേ അരിക്കൊമ്പനെ കൊണ്ടുപോകാൻ നേരത്ത് അതിന് വേണ്ടി കരഞ്ഞില്ലേ? അപ്പൊ ആ ഒരു മൃഗങ്ങളോടുള്ള ഇപ്പത്തെ സ്നേഹവും പ്രകൃതിനെ സ്നേഹിക്കണതും കണ്ടിട്ട് തന്നെയാണ്. അതിനെ കൊണ്ടുപോയി ഉപദ്രവിക്കുന്നെന്ന് പറയാൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല.
അവരും ജീവിക്കാൻ അവകാശമില്ലേ? അതെ. കാര്യം നമ്മുടെ ബുദ്ധിമുട്ടെന്ന് പറയാൻ നമ്മുടെ ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ആനയ്ക്കും മറ്റ് ജീവികളും എല്ലാം എല്ലാ ജീവജാലങ്ങൾക്കും ഒരേപോലെ അവകാശമുള്ളതാണ് ഈ ഭൂമിയില്. മനുഷ്യർക്ക് മാത്രമല്ല ജീവിക്കേണ്ടത്. ഒരു കാര്യമുണ്ട്, നമുക്ക് മനുഷ്യർക്ക് സംസാരിക്കാൻ പറ്റും. അതെ. മറ്റു മൃഗങ്ങൾക്കാരും പക്ഷിക്കാണെങ്കിലും സംസാരിക്കാൻ പറ്റുന്നില്ല. ബുദ്ധി എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. അതെ. തിരിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല. നമ്മളോട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അല്ലേ? നമുക്ക് വാഗോണ്ട് സംസാരിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് അവരുടെ ഭാഷയിൽ സംസാരിക്കും, നമുക്ക് മനസ്സിലാവില്ല. അത്രേ ഉള്ളൂ അതിൻ്റെ അകത്ത് വ്യത്യാസം. എല്ലാവർക്കും ജീവിക്കണം, എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കണം, ജീവിതം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ. ഇപ്പൊ എത്ര കാലമായിട്ടാണ് ഇപ്പൊ ചേട്ടൻ ഈ ആ ഷെഡിൽ കഴിഞ്ഞിരുന്നത്? വന്നപ്പോ തൊട്ട് ഇവിടെ തന്നെ ഷെഡിലല്ലേ? 17 വർഷം. 17 വർഷമാണ്. അപ്പൊ ഈ 17 വർഷത്തിൽ എത്ര തവണ ഷെഡ് പൊളിച്ച്? ഷെഡ് 4-5 തവണ പൊളിച്ച് അല്ലേ? ഉറക്കമൊക്കെ എങ്ങനെയാണ് അതിന്റെ ഉള്ളില്? ഉറങ്ങാറില്ല. ആന വരുമ്പോ ഉച്ച കേൾക്കും, പട്ടി കുറയ്ക്കും. ഉച്ച കേൾക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ലൈറ്റ് എടുത്ത് നോക്കുമ്പോ ആനയെ കാണും. ഞങ്ങൾ ഉറങ്ങി വല്ല വിളിക്ക് പോകും. അപ്പൊ ഒരു സമാധാനം ഇല്ലാത്തൊരു ജീവിതം വരുന്നു ഇവിടെ അല്ലേ? സമാധാനം അന്തി ഉറങ്ങാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. മനുഷ്യർക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല. കേരളത്തിനകത്ത് കണ്ടിട്ടില്ല. ബുദ്ധിമുട്ടും കഷ്ടവും എല്ലാം ഉള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ ഇത്രയും സൗകര്യമായിട്ടുള്ള സ്ഥലത്ത് ഒരു വീട് പോലും എനിക്ക് തരികയില്ല എന്ന് പറയുന്നതിനകത്ത് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ എന്തായാലും സന്തോഷമായില്ലേ? ഇപ്പൊ ധൈര്യമായിട്ട് കിടന്നുറങ്ങാം. ഒരാന പുറത്തു വന്നാലും പേടിക്കണ്ട. ഇപ്പൊ മറ്റേ കട്ട കൊണ്ട് കെട്ടണമെങ്കിൽ ചിലപ്പോ ആനക്ക് പൊളിക്കാൻ പറ്റും. പക്ഷെ ഇത് എന്ത് ചെയ്താലും ഒന്നും പറ്റൂല. അതേപോലത്തെ രീതിയിൽ ആ കണ്ടെയ്നർ ചേട്ടൻ സെറ്റ് ചെയ്യും. അതെ, ധൈര്യമായിട്ട് കിടന്നുറങ്ങാം. ഇനി മുതൽ സമാധാനത്തിൽ കിടന്നുറങ്ങണം കേട്ടാ. അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തു തന്നേക്കണ. എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിന് അതാണ് വേണ്ടത്. നമുക്ക് എല്ലാ മനുഷ്യരും ജീവിക്കുന്നു, നമ്മൾ ജീവിക്കുന്നു. അതെ അതെ. രാത്രി ഒരു അന്തി ഉറങ്ങുക എന്ന് പറയാൻ എല്ലാവർക്കും ഒരു സ്വപ്നമാണ്. അതെ അതെ, സമാധാനത്തോടു കൂടി ഉറങ്ങാന്നുള്ള. ഇപ്പൊ ഈ പറഞ്ഞ പോലെ കാറ്റും മഴ വന്നാലും എന്ത് ഭക്ഷണം കഴിച്ചാലും ഭക്ഷണം കഴിച്ചിട്ട് അന്തി ഉറങ്ങുന്ന കാര്യം മനുഷ്യന് എല്ലാവർക്കും ആവശ്യമാണ്. അതെ. അത് എനിക്കില്ലാതായിരുന്നു, വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ അത് കിട്ടിയതുകൊണ്ട് വളരെയധികം സമാധാനമുണ്ട്. അത് ദൈവം അയ്യപ്പ എനിക്ക് സുഖമായിട്ടൊരു ജീവിതം വേണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ശബരിമല സന്നിധാനത്ത് ഞാൻ കെട്ടും കൊണ്ടുപോയി എല്ലാ വർഷവും പോകും. എല്ലാ വർഷവും ഇപ്പൊ ഈ അവസ്ഥയിലാ? ഈ അവസ്ഥയിൽ എല്ലാ പ്രാവശ്യവും ഞാൻ പോയതൊക്കെ. ഈ കഴിഞ്ഞ വർഷവും ഞാൻ ശബരിമലയ്ക്ക് മാലയിട്ട് പോയവരാണ്. ആണോ? എല്ലാരും ഒപ്പം ഞാൻ പോവും. അപ്പൊ മനസ്സിലായ അപ്പൊ ദൈവത്തിന്റെ ശക്തി എന്താണെന്നുള്ളത്? ഒപ്പം 10-40-45 ആൾക്കാർ നടന്നു പോകുന്ന ഓട്ടത്തിലൂടെ ശബരിമലയ്ക്ക് നടന്നു പോയിട്ടുണ്ട് ഞാൻ. അപ്പൊ ശബരിമലക്ക് പോയി ദൈവത്തെ വിളിച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ വീടൊക്കെ കിട്ടിയത്. അപ്പൊ ഇനി സന്തോഷിച്ച് ജീവിക്കട്ടാ. ദൈവത്തെ വിളിച്ച് ഞാൻ അയ്യപ്പന്റെ ബാധൊക്കെ പോയിട്ട് അയ്യപ്പനോട് ഞാൻ കരഞ്ഞു പറഞ്ഞു, അയ്യപ്പ എനിക്ക് ആവശ്യം, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു വീട് സുഖമായിട്ട് അന്തി ഉറങ്ങാൻ വേണ്ടിയുള്ള ഒരു വഴി അയ്യപ്പൻ തരണം തരണമെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു. കണ്ണീര് വിട്ടു. അതിന്റെ ഫലം എനിക്കുണ്ടായി. ആ അയ്യപ്പനാണ് നമ്മളെ കൊണ്ടൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചത് കേട്ടാ. അല്ലാതെ മനുഷ്യരുടെ അതിന്റെ ഭാഗമാണ്. അതെ, അത് അത്രേ ഉള്ളൂ. എന്നാലും അയ്യപ്പനൊന്നും ആൾ കൈവിടത്തില്ല. അതെ, അതിന്റെ അയ്യപ്പനുണ്ടെങ്കിലേ മറ്റാളെ കൊണ്ട് സഹായിക്കാൻ പറ്റുള്ളൂ. അതെ, തീർച്ചയായിട്ടും. അതാണ് ദൈവം ഇറങ്ങി വന്ന് ചെയ്യത്തില്ല. ദൈവം പല രൂപത്തിലും പല രീതിയിലും ആൾക്കാരെ വിട്ടാണ് ചെയ്യിക്കണം. അതെ, വഴി കാണിച്ചു തരും, നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹമാണ് അയാൾക്ക് 100 പുണ്യം കിട്ടട്ടെ. അയാൾക്ക് നല്ല മനസ്സുള്ളതുകൊണ്ട് അയാൾക്ക് നല്ല ജീവിതം കിട്ടട്ടെ നന്നായി വരട്ടെ എന്നുള്ള പ്രാർത്ഥന എനിക്കുള്ളൂ. ആ ഒരു ആളിങ്ങനെ മുന്നോട്ട് വന്നതും ഈ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞ് വന്ന മനസ്സില്ലേ, അത് അതാണ് മനുഷ്യന് നല്ല ജീവിതം.
അതെ അതെ, ദൈവം അനുഗ്രഹിക്കട്ടെ അവരെ കുടുംബത്തെയും അവരെ എല്ലാ രീതിയിലും ദൈവം അനുഗ്രഹിക്കട്ടെ, സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ. ഇതേപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള അതെ അതെ തീർച്ചയായിട്ടും. അതെ അതെ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിൽ ആ മനുഷ്യരുടെ കാര്യം ഓർത്ത് ധ്യാനിച്ച് തന്നെ ഞങ്ങൾ കിടന്നുറങ്ങുന്നത്. ഞാൻ അങ്ങനെ നിരവാരി അങ്ങനെ. ശരി ഏട്ടാ. അപ്പൊ ഇതുവരെ തോമസ് ഏട്ടനും ചേച്ചിയും വിജീഷും ഈ 3 പേര് കഴിഞ്ഞിരുന്ന ഷെഡാണിട്ടത് അല്ലേ? ഇനിയിപ്പോ എങ്ങോട്ടാ പോകണം നിങ്ങ? കണ്ടെയ്നറിനകത്തോട്ട്. സന്തോഷല്ലേ? ബാ നടന്നു. ഇതാണ് തോമസ് ഏട്ടനും ചേച്ചിക്ക് വെച്ചുകൊടുത്തേക്കണം നമ്മ കണ്ടെയ്നർ. കയറിക്കോ തോമസ് ഏട്ടാ. ഇനിയിപ്പോ ഒരു ആനനെ ഒന്നിനെയും പേടിക്കണ്ട കേട്ടാ. കറണ്ട് കണക്ഷൻ എടുക്കണം. അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, ലൈറ്റും കാര്യങ്ങളൊക്കെ. ഇനി നിങ്ങളുടെ റൂം അതാണ്. റൂമിലോട്ട് കയറിക്കോ. ഇതാണ് നിങ്ങളുടെ റൂം. ഇത് ബാത്റൂം. ചേച്ചി തുറന്നേ. ഉള്ളത് കൊണ്ട് അല്ലേ? അതെ, സന്തോഷല്ലേ? ഇനിയിപ്പോ ആ വീട്ടിൽ നിന്ന് ഈ വീട്ടിലോട്ട് വന്നുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും മോണ? തോമസ് ഏട്ടന്റെ ചേച്ചിന്റെ ഒരു സ്വർഗലോകം അല്ലേ? താമസിച്ചിട്ടും ഈ പഞ്ചായത്തുകാർക്ക് ഒരു വീട് വെച്ച് തരാൻ അതൊന്നും സാധിച്ചിട്ടില്ല. ഇത് എത്രയും ഒരു വീടും വെച്ച് നല്ല സന്തോഷമാക്കി തന്നാണ്. ആ മനുഷ്യരോട് ഒത്തിരി നന്ദി പറയാനുണ്ട്. ഇതിപ്പോ നിങ്ങളുടെ സ്വന്തം വീടാണ്. ഇനി നിങ്ങളുടെ എന്താണ് ഈ മുറ്റമൊക്കെ ഭംഗിയാക്കി ചേച്ചി കുറെ പൂക്കളൊക്കെ വെച്ച് നല്ല പൂന്തോട്ടമൊക്കെ വെച്ച് ഇനിയിപ്പോ ഒരു കാറ്റ് വന്നാലാ, മഴ വന്നാലാ, അല്ലെങ്കിൽ ആന വന്നാലാ ഒന്നും പേടിക്കണ്ട അല്ലേ? കുലുങ്ങത്തില്ല ഇനി നിങ്ങ ആരെ മുമ്പിൽ തലകുനിച്ചാ ഒന്നിനും നിക്കണ്ട കേട്ടാ. ഇനിയിപ്പോ മറ്റേ പട്ടയം കൂടി റെഡി ആയി കഴിഞ്ഞ് വീട് കിട്ടി കഴിയുമ്പോഴത്തേക്കും അത് ഒന്നും കൂടിയും സൗകര്യമാവും കേട്ടാ. അപ്പൊ സന്തോഷമായിട്ട് ഇനി ജീവിക്കണം. എന്നോട് പറഞ്ഞു, നിന്നെ ആന കുത്തി അങ്ങനെയാണ്, നിന്റെ ഷെഡാണ് പൊളിച്ചു, എന്നിട്ട് നീ ആന വിടുന്നില്ലാന്നും പറഞ്ഞ് എന്നെ ചെറിയും ചീത്തയും പറഞ്ഞു പോയ ആൾക്കാർ ഇവിടെ ഉണ്ട് ഇപ്പോഴും. ഇനിയിപ്പോ അവരെയൊക്കെ വായ കൂട്ടിക്കോളും കേട്ടാ. കൂട്ടിക്കോളും. അവരെ കാണുമ്പോൾ അയ്യോടാ ഇത് ഇവിടെ നിന്ന് വന്നു എന്നും പറഞ്ഞ് അതിശയിച്ചു പോകുന്ന ജനങ്ങളെ ഉള്ളൂ. കറണ്ടിന്റെ കാര്യം അതിനും തടസ്സമാണ്. നമ്മൾ കണ്ടെയ്നറാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്, വീടല്ലല്ലോ. ഞാൻ അവിടെ ചോദിച്ചു, വീട് വെക്കാത്തതിന് കുഴപ്പം നിങ്ങളുടെ കഴിവുകേട് കൊണ്ടാണ് അവർ കണ്ടെയ്നർ കൊണ്ടുവച്ചത്. ഞങ്ങൾ നനഞ്ഞു കിടക്കാം. പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് കയറ്റി ഞാൻ എൻ്റെ വീട് കാണിച്ചു. മഴ പെയ്ത് ഒലിച്ച് ഞങ്ങൾ രണ്ടുപേരും കുഴ ചൂടി നിന്നപ്പോൾ ഞാൻ വിളിച്ച് കാണിച്ചിട്ടും അവരതിനെപ്പറ്റി ഒന്നും അനങ്ങിയില്ല. ഇപ്പൊ കണ്ടെയ്നർ വെച്ച് കഴിഞ്ഞപ്പോഴും കറണ്ട് തരൂല എന്നാണ് പറയണ. അവർക്ക് കറണ്ട് തരാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതായി അവരെ മനസ്സിലായത്. ഇതിപ്പോ ടെമ്പററി ആണെങ്കിലും കറണ്ട് കിട്ടണമല്ലോ. ചേച്ചിക്ക് ഇവിടെ വീട് കരടക്കണതല്ലേ? ഞാൻ വീടില്ലെങ്കിൽ പോലും അതിന് കരവടച്ചോണ്ടിരിക്കും. ഇതൊക്കെ മനസ്സിലാവണം. ആൾക്കാരൊക്കെ കേൾക്കുമ്പോ അതിശയപ്പെടും. വീടില്ലാതെ വീടിന് കരടച്ചോണ്ടിരിക്കണേ. വീടിന് ഞാൻ കരവടച്ചോണ്ടിരിക്കുന്നത്. കരവടച്ചിട്ടുണ്ട്. നനഞ്ഞൊലിച്ച് കിടക്കുന്ന ഷെഡിനാണ് ഞാൻ കരവടച്ചത്. ആ വീടിന് കരവടച്ചിട്ട് വീടില്ലാഞ്ഞിട്ട് പോലും നമുക്ക് ഇപ്പൊ കണ്ടെയ്നർ വെച്ച് കറണ്ടിന് ചോദിച്ചപ്പോ അതിനും ബുദ്ധിമുട്ട്. എന്റെ പൊന്നോ. അപ്പൊ വീടില്ലാത്തതിന് കരടച്ചാൽ കരത്തിന്റെ കാശ് വാങ്ങും. ഇപ്പൊ കറണ്ടിന് നമ്മ ഒരു കണ്ടെയ്നർ വെച്ച് താമസിക്കാനുള്ളത് ചോദിച്ചപ്പോ അത് തരാൻ പറ്റത്തില്ല. ചിലപ്പോ ചേച്ചി ഇനി ഒരു തവണയും കൂടി ഒന്ന് സംസാരിച്ച് നോക്ക്. ചിലപ്പോ അവരെന്തെങ്കിലും തിരക്കുള്ളത് കൊണ്ട് പറഞ്ഞതാവാം. നമുക്ക് നോക്കാം കറണ്ട് കിട്ടുമെന്നുള്ളത് കേട്ടാ. കറണ്ട് തരണമല്ലോ. അതെ അതെ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കഴിവുകൾ കൊണ്ടാണ് എനിക്ക് വീടില്ലാത്തത്. ഞാൻ നിങ്ങളെ വില്ലേജുകാരുടെ, താലൂക്കുകാരുടെ, പഞ്ചായത്തുകാരുടെ ഇവരുടെ എല്ലാം കാല് പിടിച്ചിട്ടുണ്ട്. ഞാൻ നനഞ്ഞൊലിച്ച് കിടന്നപ്പോൾ എനിക്കൊരു വീടിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തേലും ചെയ്തതാ, അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ ആയിട്ടെങ്കിലും താ.
ഞാനൊരു വീട് വെച്ചോളാം. ഇതിന് പോലും ഒരു മുതിർന്നില്ല. ഞാൻ ഈ കണ്ടതിന് ഇത്രയും ദിവസം വരെ ഈ മഴ മുഴുവൻ നനഞ്ഞ് ആ ഷെഡിൻ്റെ അകത്ത് ഈ 2 ആഴ്ചക്ക് മുമ്പ് ഈ ഒരാഴ്ചക്ക് മുമ്പ് എല്ലാം മഴ നല്ല മഴയായിരുന്നു. ആ മഴയത്ത് മുഴുവൻ ഞങ്ങൾ 3 പേരും അതിൻ്റെ അകത്ത് നനഞ്ഞാ നിന്നു. കിടക്കാൻ പോലും നിവർത്തിയില്ല. കണ്ടെയ്നർ കൊണ്ട് വെച്ചിട്ടുണ്ട്. പണി തീർന്നിട്ടുണ്ടായില്ല. പക്ഷെ ഇനി എനിക്കതിന് സങ്കടമില്ല. ഇനി എന്തെല്ലാം മഴ പെയ്താലോ ആന വന്നാലോ ഒന്നും എനിക്കൊരു സങ്കടമില്ല. കാരണം നമുക്ക് കയറി ആന വന്നാലും പേടിക്കാതെ കയറി കിടക്കാനുണ്ട്. ആനന്റെ അടുത്ത് സംസാരിക്കും ഇതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് എന്തേന്ന് ചോദിക്കും. ഇനി ഇതിന്റെ ഉള്ളിൽ ഇരുന്ന് സംസാരിക്കും. പക്ഷെ അത് മനസ്സിലാണ് നമ്മുടെ അരിക്കൊമ്പൻ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ അവൻ നമ്മൾ സംസാരിക്കുന്നത് മനസ്സിലാവും. അരിക്കൊമ്പൻ അങ്ങനെ മനസ്സിലാവും. നമ്മുടെ അരിക്കൊമ്പൻ ഉണ്ടായിരുന്നെങ്കിൽ അവനോട് പറഞ്ഞാൽ മനസ്സിലാകുമായിരുന്നു. അരിക്കൊമ്പൻ ഇതിലൂടെ എല്ലാം കയറി വരുമായിരുന്നു. എന്നാ അവൻ നമ്മുടെ ഷെഡ് പൊളിച്ചിട്ടുണ്ട്. ഞങ്ങള് 3 പേര് ഈ ഷെഡിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുമ്പോ ഈ ഷെഡിന് ചുറ്റും നടന്നേച്ച് പോയിട്ട് എന്നിട്ട് ഷെഡ് പൊളിച്ചിട്ടില്ല. അതൊക്കെ ഓർക്കുമ്പോഴാണ് നമുക്ക് അരിക്കൊമ്പനെ കൊണ്ടുപോയാൽ ഭയങ്കര വിഷമം. ഇന്നും അവന്റെ കാര്യം ഓർക്കുമ്പോൾ വിഷമം. ഇന്നും തിരിച്ചൊന്ന് കാണാൻ പറ്റുമോ അവനെ? ശരിക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ അരിക്കൊമ്പന്റെ വീഡിയോ എടുക്കാൻ വന്നത് കൊണ്ടാണ് എനിക്ക് തോമസ് ചേട്ടനെ പരിചയപ്പെടാൻ പറ്റിയതും പിന്നെ ചേച്ചിനെ പരിചയപ്പെടാൻ പറ്റിയതും. അതെ, സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ തുടക്കം എന്താണ് അരിക്കൊമ്പനാണ്. തോമസ് ചേട്ടൻ ഇപ്പൊ ഈ വീട് കിട്ടാനുള്ള ഒരു രീതിയിലാണെങ്കിലും കാരണക്കാരനായേക്കണത് അരിക്കൊമ്പനാണ്. അരിക്കൊമ്പൻ കൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ ജീവിതം ഇപ്പൊ മുന്നോട്ട് കള്ളം പറയും. ഞാൻ ചേട്ടനും കൂടി ഇവിടെ ഇരിക്കുവാണെങ്കിൽ അരിക്കൊമ്പനെ സ്നേഹിക്കുന്ന മനുഷ്യര് ഇവിടെ വരുവാണെങ്കിൽ 10 രൂപ 100 രൂപ 50 രൂപ 500 രൂപ ഇങ്ങനെ തന്നിട്ടു. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകും. അവനെ കൊണ്ട് തന്നെയാണ്. എനിക്ക് അവനെ ഒന്ന് തിരിച്ചൊന്നുകൂടെ കാണണം എന്നൊരാഗ്രഹമുണ്ട്. വളരെ സന്തോഷമായി. ഇതാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല സാരമില്ല പറയാം. എന്റെ സന്തോഷം കൊണ്ടാ. അതെ, എനിക്ക് ഹാപ്പിയാണ്. കുഴപ്പമില്ല, സന്തോഷം. ഇതുപോലെ ഇത്രയും പ്രായത്തിന്റെ ഇടയിൽ ഇതുപോലൊരു വീട് കിട്ടാൻ ഞാൻ ആയിക്കോട്ടെ സാറിനെ കാത്തിരിക്കും. വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആയിക്കോട്ടെ. അതെ, എനിക്ക് സാറിനോടൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ തോമസ് ചേട്ടൻ്റെ ആ വീട് കാര്യങ്ങളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അറ്റകുറ്റ കുറച്ച് പണികൾ മാത്രമുണ്ട്. ഇലക്ട്രിക്കലിൻ്റെ അവിടെ നിന്ന് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് കണക്ഷൻ എടുക്കാനുണ്ട്. പിന്നെ എന്താണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെ, ഇതാണ് പണി തീർന്നിട്ടുള്ള കണ്ടെയ്നർ അന്ന് പറഞ്ഞതുപോലെ തന്നെ. പിന്നെ ഇതിൻ്റെ മേളിൽ കണ്ട ഒരു ഷീറ്റ് ഇട്ടേക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ ചൂട് ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ചൂട് കുറക്കാൻ വേണ്ടിയാണ് നമ്മൾ മേളിലൊരു സീലിംഗ് കൊടുത്തത്. പിന്നെ ഡയറക്റ്റ് വെള്ളം മേളിൽ വീണ് കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇപ്പോൾ ചൂട് ആ ഷീറ്റിൽ വന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ എയർ പാസേജ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചൂട് അധികം ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ വരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ബാത്റൂം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തോട്ട് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തേക്കണം. കണ്ട, ആ കാണുന്നതാണ് ബാത്റൂം തന്നെ. കണ്ട, ഈ ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെയും കാറ്റിൻ്റെ ഒന്നും. ഇനിയിപ്പോൾ വീടിൻ്റെ ഉള്ളിലെ സൗകര്യങ്ങൾ നോക്കാം. അവിടെ ഇരുന്നോട്ടെ. ഇത് നമ്മുടെ തോമസ് ഏട്ടൻ്റെ മോന് കിടക്കാനായിട്ട്, വിജീഷിന് കിടക്കാനായിട്ട് ഒരു സിംഗിൾ ബെഡും കോട്ടും, പിന്നെ ഫാന്, ഇലക്ട്രിക്കൽ മറ്റേ കറണ്ട് കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫാന് ഇപ്പോൾ കൂടുതൽ ചൂടാവണമെങ്കിൽ പിന്നെ ഒരു വിൻഡോ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും വിൻഡോ വെച്ചിട്ടുണ്ട്. മാക്സിമം എയർ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് പോകണം. അപ്പോൾ മാക്സിമം ചൂട് കുറഞ്ഞ് കിട്ടും. പിന്നെ ഇവിടെ ഇതാണ് തോമസ് ഏട്ടൻ്റെ ചേച്ചീൻ്റെ റൂം. പിന്നെ ബാത്റൂം ആണെങ്കിൽ അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തേക്കണത്.
ഇതാണ് ബാത്റൂം വന്നത്. അപ്പോൾ ഒന്നുമില്ലാത്തടത്ത് നിന്ന് ഇങ്ങനൊരു സംഭവം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയത് തോമസ് ഏട്ടന്. ഞാൻ ആ ഒരു വീഡിയോ ഇട്ടതും പിന്നെ ആ സാറ് കണ്ട് വിളിച്ച് ചെയ്യാമെന്ന് പറഞ്ഞാലും അതിലൊക്കെ ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതം പോലെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ എന്താണ് ഒരു ആകെ കുറച്ച് വ്യൂസും ലൈക്കും മാത്രമുള്ളപ്പോൾ ഒരു ചെറിയ റിയൽ കണ്ടിട്ട് ഒരാളുടെ ജീവിതത്തിലുണ്ടായ മാറ്റമാണ് നമ്മൾ ഇപ്പോൾ ഈ കണ്ടത്. ഒരുപാട് നന്ദി പറയണം, ഞാൻ എത്ര പറഞ്ഞാലും തീരത്തില്ല. കാരണം ഞാനും ഇതിൻ്റെ ഒരു ഭാഗമായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പറഞ്ഞാലും തീരില്ല. എല്ലാവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല ജീവിതത്തിൽ. അപ്പോൾ ഇപ്പോൾ എനിക്കാണെങ്കിലും നമ്മളൊക്കെ ഓരോ സ്റ്റേജിൽ കൂടെ കടന്നു പോകുമ്പോഴും ഈ പ്രശ്നങ്ങളുള്ള സമയത്ത് തന്നെ വേറൊരാളുടെ ജീവിതത്തിൽ നമ്മളെ കാരണം സന്തോഷം ഉണ്ടാവും എന്ന് പറയുമ്പോൾ അതൊരു ഹാപ്പിനെസ് തന്നെയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ തോമസ് ഏട്ടൻ്റെ ആ ഷെഡിൽ നിന്നുള്ള ജീവിതത്തിന് ഒരു വിട. ഇനി സമാധാനമായിട്ട് ഏത് ആന വന്നാലും കാറ്റ് വന്നാലും മഴ വന്നാലും സമാധാനമായിട്ട് കിടന്നുറങ്ങാനായിട്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയിരുന്നു. നിങ്ങളൊക്കെ ആണെങ്കിൽ ആ ഷെഡിൽ കിടന്നുറങ്ങണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആ സിറ്റുവേഷൻ ഫേസ് ചെയ്താലേ നമുക്കറിയുള്ളൂ അതിൻ്റെ ഭീകരത എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഈ രാത്രി ഈ പ്രായമുള്ള അല്ലെങ്കിൽ എന്താണ് ഈ സുഖമില്ലാതിരിക്കണ തോമസ് ഏട്ടനെയൊക്കെ ആയിട്ട് എങ്ങോട്ട് ഓടാനാ? എത്ര തവണ ഈ ഷെഡ് പൊളിച്ചാണെന്നറിയോ? പിന്നെ ഇവിടെ നിന്നാണെങ്കിലും ഒരു സഹായങ്ങളും കിട്ടിയിട്ടില്ല. പഞ്ചായത്തിൽ നിന്നാണെങ്കിലും വില്ലേജിൽ നിന്നാണെങ്കിലും പല മീഡിയക്കാരും പല ജനങ്ങളും പല റിസോർട്ടുകളുടെ ആൾക്കാരും വന്നിട്ട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ, പക്ഷെ ഒന്നും പ്രാവർത്തികമായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എന്നെ കാരണം ഇതിൽ ഇങ്ങനൊരു സംഭവം കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സാറിൻ്റെ അടുത്ത് ഞാൻ വീണ്ടും നന്ദി പറയണേ. ഇതേപോലെ ഓരോ മനുഷ്യരും നമ്മുടെ ഇടയിലുണ്ട്, നല്ല മനസ്സുള്ള ഓരോ മനുഷ്യരും. ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും ആകെ കുറച്ച് പേര് 2-3 പേരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഇപ്പോൾ ഗിവ് അവേയുടെ പുറകിലും ഗിവ് അവേയുടെ കാലത്തിലൊക്കെ. അപ്പോൾ ആർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ നമ്മളാൽ ഉണ്ടാവണമെങ്കിൽ അത് ഇനിയും ഉണ്ടാവട്ടെ. അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് പറയാൻ കാരണം, ഈ വീഡിയോ എടുക്കണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയും കുറേ ജനങ്ങൾ അല്ലെ ഇങ്ങനെയും കുറേ നല്ല മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ടെന്ന് കാണിക്കാനാണ്. ഒരുപാട് പേര് ഇതേപോലെ ഒരു സ്ട്രഗിൾ ചെയ്യണവരുണ്ടാവും, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു താങ്ങും തണലുമായിട്ട് ഇതേപോലെ ഓരോ മനുഷ്യരും മുന്നോട്ട് വരികയാണെങ്കിൽ അതൊരു പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തേക്കണം. അല്ലാതെ ഇതൊരു പ്രമോഷനോ അല്ലെങ്കിൽ വ്യൂവേഴ്സ് കൂട്ടാനോ അങ്ങനെ വലിയ വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല. കാരണം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം നിങ്ങൾക്ക് ചാനൽ എടുത്ത് കഴിഞ്ഞാൽ കാണാം, വർഷങ്ങളായിട്ടുള്ളതാണ്. അങ്ങനെ വലിയ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള വിശേഷങ്ങൾ, ഇതൊക്കെയായിരുന്നു സംഭവങ്ങൾ. ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാത്ത ഒരാളാണ്. ഞാൻ എക്സ്പ്ലോറിങ്ങും വൈൽഡ് ലൈഫും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ തോമസ് ഏട്ടൻ ഇത് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് ഏട്ടൻ ഭയങ്കര ഒരു മൃഗസ്നേഹിയാണ്. പ്രകൃതിനെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും പ്രകൃതിയോട് ചേർന്നും പ്രകൃതിനെ സ്നേഹിച്ചും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് തോമസ് ഏട്ടനും ചേച്ചിയൊക്കെ. അപ്പോൾ അവരെ ആ ഒരു സ്നേഹം കൊടുത്തതിൻ്റെ പകരമായിട്ടായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവർ ഓരോ കാറ്റും മഴയും വരുമ്പോൾ 100,000 ദൈവങ്ങളെ വിളിക്കുമെന്ന് ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ആ ദൈവങ്ങൾ കൊടുത്തൊരു സമ്മാനമാണിത്. നമ്മളൊക്കെ ഇതിൻ്റെ ഒരു നിമിത്തമായിരുന്നുള്ളൂ, ഇതിൻ്റെ ഇടയിൽ ചില കാരണങ്ങളായെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ നല്ല മനസ്സും ഇവരുടെ ചിന്തകളും അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇവർക്കിത് കിട്ടാനുള്ള കാരണം തോമസ് ഏട്ടന്. തോമസേട്ടാ പോട്ടെ. ജീഷ പോട്ടെ. പോട്ടെ.